സന്ധ്യ സമയമായാൽ നമ്മുടെ മുൻവാതിലുകൾ, പിൻവാതിലുകൾ, ജനലുകളെല്ലാം നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം. ശപിക്കപ്പെട്ടവനായ പിശാച് വീട്ടിലേക്ക് കയറാതിരിക്കാനാണ്. ആ സമയത്ത് ഗർഭിണികളും അതുപോലെ കുഞ്ഞുങ്ങൾ, അതുപോലെ പ്രായമുള്ള ഉമ്മമാർ, സഹോദരങ്ങളൊന്നും സഹോദരിമാരൊന്നും പുറത്തിറങ്ങാതിരിക്കൽ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം, വീടിന്റെ വാതിൽ പടിയിൽ ഇരുന്നാൽ ദാരിദ്ര്യം വരും, അത് ഒഴിവാക്കൽ നല്ലതാണ്. ചില ആൾക്ക് സ്റ്റെപ്പിൽ ഇരിക്കലുണ്ട്, അത് ഉപേക്ഷിക്കലാണ് നല്ലത്. ഒരു കസേര ഉണ്ടല്ലോ, അവിടെ ഇരിക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൽ തിട്ട കെട്ടിയിട്ടുണ്ടാവും, അതിലിരിക്കാം. സ്റ്റെപ്പുകളിൽ, വാതിൽ പടിയിൽ ഇരിക്കാതിരിക്കൽ ഉചിതമാണ്. അതുപോലെ സുന്നത്ത് നിസ്കരിക്കാണ്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും നിസ്കാരം നിസ്കരിക്കാണ്, ഖളാ വീട്ടിൽ നിസ്കരിക്കാന്ന് വിചാരിക്കും. ഒരു യാത്രയായിരുന്നു, നിസ്കരിക്കാൻ സമയം കിട്ടിയില്ല. അസറിന്റെ നിസ്കാരം, ളുഹറിന്റെ നിസ്കാരം, അസറിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ നിസ്കരിക്കാണ്. 2 റക്അത്ത് നിസ്കരിച്ചപ്പോൾ ബാങ്ക് കേട്ടു. അയ്യോ, അസർ ബാങ്ക് വിളിച്ചു, ഇനി എങ്ങനെയാ? വേണ്ട, ആ നിസ്കാരം പൂർത്തിയാക്കണം. ഏത് നിയത്താണോ വെച്ചത്, 2 ആകട്ടെ, 1 ആകട്ടെ, 3 ആകട്ടെ, എന്താണോ നിസ്കാരം കൈകെട്ടുമ്പോൾ നമ്മൾ കരുതിയത് അത് പൂർത്തിയാക്കി നിസ്കരിക്കണം. ബാങ്ക് കേട്ടു എന്ന് കരുതി ആ നമസ്കാരം അവിടെ അവസാനിപ്പിക്കേണ്ടതില്ല. നമ്മൾ കരുതിയതുപോലെ പൂർത്തീകരിച്ച് നിസ്കരിക്കണം.